വെല്ലുവിളികൾ എന്ന പുസ്തകത്തിലെ കവർ പേജ് ശ്രീ കൽപ്പറ്റ നാരായണൻ നൽകി ഡോക്ടർ ശശി തരൂർ എഴുതി നിർവഹിക്കുന്നു. Satori Educational Training and Consultancy near Head Post Office, Edodi, Vadagara. 1-2 വർഷം കഴിഞ്ഞിട്ട് ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ ആരംഭിച്ചു. അതിപ്പോൾ ലോകത്തിൻ്റെ എല്ലാം വെച്ച് വലിയ ഫെസ്റ്റിവലായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭാരതത്തിലെ എല്ലാ മുക്കിലും എല്ലാ നഗരത്തിലും എല്ലാ ഗ്രാമത്തിലും സാഹിത്യ സമ്മേളനം നടക്കേണ്ടതെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും നല്ല സന്തോഷം തോന്നി. കേരളത്തിൽ പ്രത്യേകിച്ച് ഇത് ആവശ്യമുണ്ടെന്ന് എൻ്റെ എപ്പോഴും ഒരു അഭിപ്രായമായിരുന്നു. കേരളമാണ് എല്ലാം വെച്ച് കൂടുതൽ വായിക്കുന്ന പ്രദേശം. ആ വായിച്ച് വളരുമെന്ന് മുദ്രാവാക്യം കേട്ടാണ് നമ്മൾ എല്ലാവരും വളർന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ശരിക്ക് പെർ ക്യാപിറ്റ പുസ്തക പ്രൊഡക്ഷൻ കേരളത്തിലാണ് എല്ലാം വെച്ച് കൂടുതൽ. ഒരു പക്ഷേ പെർ ക്യാപിറ്റ റൈറ്റേഴ്സിൻ്റെ നമ്മൾ സംഖ്യ നോക്കുകയാണെങ്കിലും കൂടി കേരളമായിരിക്കും നമ്പർ 1. എല്ലാ 2-ാമത്തെ ദിവസം എനിക്ക് എല്ലാവരും വന്നിട്ട് പുസ്തകം തരും, ഞാൻ പുസ്തകം എഴുതി ഫോട്ടോ കൊടുക്കണം നിങ്ങളൊപ്പം എന്ന് പറഞ്ഞിട്ട് എല്ലാ 2 ദിവസവും ഞാൻ ഒരു എഴുത്തുകാരനൊപ്പം ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഈ എഴുത്തുകാരെ പറഞ്ഞ് ചിലപ്പോൾ 10-12 വയസ്സായ കുട്ടികളായിരിക്കും. അത് കേരളത്തിൻ്റെ വലിയൊരു ശക്തിയാണ്. അവർക്ക് എഴുത്തും കഥകളും സാഹിത്യത്തെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. അവർക്ക് അതിൽ പങ്കെടുക്കാൻ തോന്നുന്നു. എല്ലാത്തിനും കഴിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ചിലപ്പോൾ നല്ല വാക്ക് പറഞ്ഞപ്പോൾ ആൾക്കാരെ പറഞ്ഞയക്കുന്നത് അവർക്ക് ശരിക്ക് അവരുടെ കവിതകളോ അവരുടെ കഥകളോ അത്ര വന്നാൽ നന്നായിരിക്കില്ല. പക്ഷെ എന്നാലും അതിന് പ്രോത്സാഹനം കൊടുക്കാൻ ഒറ്റ ആവശ്യമാണ്. അവർ ഈ സാഹിത്യ മേഖലയിലും ഈ പുസ്തകത്തിൻ്റെ ലോകത്തിലും അവർക്ക് പങ്കെടുക്കാനുള്ള ആഗ്രഹം. ഇത് കേരളത്തിൻ്റെ വലിയൊരു ശക്തിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മുടെ ഇന്ത്യ എവിടെ പോയി നോക്കിയാലും എന്താ കാണുന്നത്? പുസ്തകങ്ങൾ, വായന, സാഹിത്യം, ഇതെല്ലാം ഒരു ചെറിയൊരു ന്യൂനപക്ഷയുടെ ഒരു ലക്ഷറിയാണ്, മൈനോറിറ്റി പ്രിയോക്യുപ്പേഷൻ. നമ്മൾ ജനങ്ങളെ കണ്ടാൽ ഞാൻ ചിലപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മക്കളെ ഞാൻ നേരിട്ട് സംസാരിച്ച് ചോദിക്കും, എന്തൊക്കെയാണ് വായിക്കണം. അവർക്ക് അതിശയങ്ങനെ ചോദ്യം ചോദിക്കണം. അവർക്ക് വായന എന്ന് പറഞ്ഞാൽ സ്കൂൾ പുസ്തകങ്ങൾ മാത്രമാണ്. സ്കൂളിൽ വായിക്കും, വീട്ടിൽ ഹോംവർക്കിന് വേണ്ടി വായിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് വായന വഴിക്ക് അവരുടെ ജീവിതം ഏതെങ്കിലും വിധത്തിൽ നന്നാകുമോ, ഒരു പ്ലെഷർ കിട്ടുമോ, ഒരു എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവർ മനസ്സിലില്ല. ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കാം, അവർക്ക് എന്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ് ഉള്ളത്. ഞാൻ വളരുമ്പോൾ ഭാരതത്തിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, നിൻറ്റൻഡോ, പ്ലേ സ്റ്റേഷൻ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരെയും മടിയിലൊരു ലാപ്ടോപ്പോ എല്ലാവരെയും കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ഏക്കക്കാരനായിരുന്നു, ആസ്മാറ്റിക് ചൈൽഡായിരുന്നു. അപ്പോൾ അങ്ങനെ ഉറക്കമില്ലാതെ ശ്വാസം മുട്ടി ഇരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പുസ്തകം വായന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഒരു രക്ഷയായിട്ട്. So my escape, my entertainment, my education was all through books. ആ കുട്ടിക്കാലം മുതൽക്ക് എന്നെ പഠിച്ച ആ സ്വഭാവമാണ് ഞാൻ എൻ്റെ അഡൾട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യ ഫെസ്റ്റിവൽ വടകരയിൽ മൂസിയും ഹരിപ്രിയും നടത്താൻ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മൾക്ക് കേരളത്തിൽ വലിയ നഗരത്തിൽ, ഇപ്പോൾ നമുക്കറിയാം കോഴിക്കോടിൽ പിന്നെ DC ബുക്സ് ചെയ്യുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പോൾ നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ വർഷവും അതിൻ്റെ ദിനങ്ങൾ കൂടുന്നുണ്ട്. ആദ്യം 1 ദിവസമായിരുന്നു, പിന്നെ 2 ദിവസമായി, ഇപ്പോൾ 4 ദിവസത്തെ ഫെസ്റ്റിവലായി മാറി വന്നു. ലോകം മുഴുവൻ എഴുത്തുകാർക്ക് വരുന്നത് കേട്ടു. പക്ഷെ വടകരയിൽ ഇത്ര വലിയ ഒരു കൂട്ടായ്മ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കാൻ സ്ഥലമില്ലാതെ നിന്നിട്ട് സാഹിത്യത്തെക്കുറിച്ച് വന്നത് അത് എനിക്ക് വലിയ അഡ്മിറേഷനാണ്. ഞാൻ നിങ്ങളെ വലിയ ആദരത്തോടാണ് പറയുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടു വടകര. ഇതുപോലെ ഈ എല്ലാ വർഷവും കൂടുതൽ ശക്തിയായി വരട്ടെ. ഇനി അടുത്ത തവണ ഒരു മൈതാനത്തിൽ ചെയ്യേണ്ടി വരട്ടെ. 2nd എഡിഷനാണ്, അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഇത് നല്ലൊരു കാര്യമായി. നമുക്ക് സാഹിത്യത്തിന് എല്ലാവരും എത്തണമെന്ന് മാത്രമല്ല, ശരിക്കും വി ഹാവ് ടു കീപ് ബുക്സ് അലൈവ്. കേരളത്തിൽ അത് പെർഹാപ്സ് അത്ര വലിയ വെല്ലുവിളിയല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത് ശരിക്കും ഞാൻ കണ്ട് കേട്ട് അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറയണം. കേരളത്തിൽ നമ്മൾക്ക് ആ സ്ഥിതി എത്തില്ല എന്ന് ഇപ്പോൾ കൂടി എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ കാണുന്നവരൊക്കെ അലർച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുട്ടികളുണ്ടാവും, ഒരു പക്ഷേ അവരെ നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. ആ കുട്ടികൾ വായിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ കളിക്കട്ടെ, അതിലൊരു തെറ്റില്ലേ, വെളിയിൽ പോയി കളിക്കട്ടൊക്കെ ചെയ്യട്ടെ. പക്ഷെ മിണ്ടാണ്ട് ഒരു സ്ക്രീനിൽ നോക്കി ഹാൻഡ് ഹെൽഡ് ഗെയിംസ് കളിക്കുന്നതല്ല. ശരിക്ക് അവർ സമയം ചിലവാക്കാൻ അവരുടെ ഹോംവർക്കെല്ലാം ചെയ്ത ശേഷം ഒരു എൻജോയ്മെൻറ്റ്. ഞാൻ ഇങ്ങനെ കാണുന്ന കുട്ടികളോട് എപ്പോഴും പറയും, എന്ത് വേണമെങ്കിലും വായിച്ചു. കോമിക് ബുക്കാണെങ്കിൽ കോമിക് ബുക്ക്, തമാശ പുസ്തകമാണ് തമാശ പുസ്തകം, ഒരു സിനിമയുടെ കഥയാണെങ്കിൽ അതും കൂടി മതി. പക്ഷെ വല്ലതും വായിക്കൂ.
വായിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ എൻജോയ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ കാലത്ത് കുട്ടികൾക്ക് കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഒരു പാസീവ് എൻ്റർടൈൻമെൻറ്റാണ്. ഒരു കഥ വായിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിന് പ്രവർത്തിക്കണം. ആ എഴുത്തുകാരൻ എഴുതിയ ക്യാരക്ടേഴ്സ് നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഇമാജിനേഷനിൽ നമ്മൾ അവരെ റിയലാക്കണം. അതുപോലെ തന്നെ ഒരു ഡയലോഗ് എങ്ങനെയാണ് ഇയാൾ സംസാരിക്കാൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ഒരു വിഷൻ ഉണ്ടാണ് നമ്മളിതിനെ കാണുക. ആ കഥയെ ആ സിറ്റുവേഷനിൽ നമ്മളുടെ മനസ്സൊരു സങ്കല്പമായി മാറി വരും. പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ ആ പ്രവർത്തനമെല്ലാം ഡയറക്ടറും പ്രൊഡ്യൂസറും ചെയ്തു കഴിഞ്ഞു. ആ സീനിൻ്റെ സെറ്റിംഗ് എന്താണ്, ഓരോ നിറവോ ശബ്ദമാണോ ഈ ഹീറോയിൻ്റെ, എങ്ങനെയാണ് അവർ നമ്മൾ കാണുമ്പോൾ എങ്ങനെ തോന്നും, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മൾ വെറുതെ ഒരു പാസീവ് റെസിപ്പിയൻ്റായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന എക്സസൈസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളുടെ മനസ്സ് കുറച്ച് പ്രവർത്തിക്കണം. അതാണ് ആ പുസ്തക വായനയുടെ സന്തോഷം. പ്ലസ് ഓഫ് കോഴ്സ് ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് പുസ്തകം വായിക്കാം. എവിടെയെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഒരു ട്രെയിനിലോ ഒരു ബീച്ചിലോ ഒരു ബസ്സിലോ പുസ്തകമാണ് എപ്പോഴും എല്ലാവരുടെയും കൊണ്ടുപോകാൻ സാധിക്കുക, എല്ലാവരുടെയും ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ പുസ്തകത്തിനെ ഒഴിവാക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചെറുപ്പക്കാരോട് എപ്പോഴും പറയും. കേരളത്തിൽ ഇപ്പോൾ ആ സ്വഭാവം നമ്മൾ വിട്ടുപോയിട്ടില്ല. ഇങ്ങനെയുള്ള ലിറ്റററി ഫെസ്റ്റിവൽസ് വരുമ്പോൾ അതുമീതെ എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്കിത് പങ്കെടുക്കാൻ തോന്നും. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഇൻട്രൊഡക്ഷൻ എഴുതി, ബുക്സ് ആർ ലൈക്ക് ദ ടോഡി ടാപ്പേഴ്സ് ഹാച്ചറ്റ്. നമ്മളുടെ ഈ ഒരു കൊടുവാട് പോലെയാണ്. ഇറ്റ് കട്ട്സ് ത്രൂ ദ റഫ് ഹസ്ക് that enshrouds our minds to tap into the exhilaration that ferments within. അതിന് അത്ര നന്നായിട്ട് മലയാളത്തിൽ പറയാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ മൂസ ഒരു ദിവസം പറഞ്ഞു തരും എന്താ ഉദ്ദേശിച്ചത്. പക്ഷെ ശരിക്കും പറയും, നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾക്ക് തുറന്ന് എൻജോയ് ചെയ്യാനും കാണാനും അതിൽ ആ ഒരു എക്സിലറേഷൻ വരാൻ പുസ്തകം വേണം തുറക്കാൻ. ഒരു ടോഡി ടാപ്പറിൻ്റെ കൊടുവാട് പോലെ ഈ നാളികേരത്തിനെ മുറിച്ചിട്ട് അതിൻ്റെ അകത്തുള്ളത് കിട്ടാൻ ആ പുസ്തകമാണ് അതിൻ്റെ റോൾ നമ്മുടെ ജീവിതത്തിൽ കളിക്കുന്നത്. അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ശരിക്കും നമ്മൾ സാഹിത്യ മേഖലയിൽ ഇങ്ങനൊരു ഫെസ്റ്റിവലിൽ എന്തൊക്കെയാണ് കാണുന്നത്. പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടാവും, എഴുത്തുകാർ വന്നു പോയിട്ടുണ്ടാകും, പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങളൊക്കെ വെളിയിൽ ഡിസ്പ്ലേ ചെയ്ത് കണ്ടു ഞാൻ. അതിൻ്റെ ഒപ്പം ലിറ്റററി ഫെസ്റ്റിവൽ ഇസ് ഓൾവേസ് എ ഫെസ്റ്റിവൽ ഓഫ് ഐഡിയാസ്. കാരണം ഒരു പുസ്തകത്തിൻ്റെ ഇവിടെ ഇരുന്നിട്ട് ആ പുസ്തകത്തിൻ്റെ കഥയോ ആ പുസ്തകത്തിൻ്റെ കോൺടെക്സ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്, ഇതിനൊപ്പം ചർച്ച ചെയ്യാൻ. പുസ്തകങ്ങൾ ഒരു ആയുധമാണ്, ഒരു ടൂളാണ്, ഇൻസ്ട്രുമെൻ്റാണ്. പുസ്തകം വഴിക്ക് നമ്മൾ സ്വന്തം ചിന്തിക്കുന്നു, നമ്മൾ ഓരോ ഐഡിയാസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമ്മൾക്ക് മറ്റേവരൊപ്പം ഒരു പക്ഷേ യോജിപ്പുണ്ടാവില്ല, അവരൊപ്പം തർക്കിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം പുസ്തകങ്ങൾ നമ്മൾക്കൊരു സാധ്യത തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതിൽ സാഹിത്യമുണ്ടാവണം, ഒരേ സമയത്ത് ആവശ്യം പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവണം. അത് രാഷ്ട്രീയ വിഷയമായാലും സാമൂഹ്യത്തെക്കുറിച്ചായാലും സ്പോർട്സിനെ കുറിച്ചായാലും ഒരു ലിമിറ്റുമില്ല. ദർ ആർ ബുക്സ് ഓൺ എവറി സബ്ജക്ട്, ദർ കൻ ബി കോൺവെർസേഷൻസ് ഓൺ എവറി സബ്ജക്ട് ആറ്റ് എ ലിറ്റററി ഫെസ്റ്റിവൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇനി വരാൻ പോകുന്ന സെക്കൻഡും തേർഡും ഫോർത്ത് എഡിഷനിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കാൻ സമയം കിട്ടിയാൽ. പക്ഷേ താങ്കളുടെ എല്ലാ വിധത്തിലും ഞാൻ ഈ ഫെസ്റ്റിവലിൻ്റെ ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് ഞാൻ ഇനി വരാൻ പോകുന്ന ഇന്നത്തെ ബാക്കിയുള്ള പ്രോഗ്രാംസിനും ഇനി വരാൻ പോകുന്ന ഫെസ്റ്റിവൽ എഡിഷൻസിനും എൻ്റെ എല്ലാം ഹൃദയം നിറഞ്ഞ ആശംസ പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.